സന്ദീപ് വാര്യർ പഹൽഗാമിൽ തീവ്രവാദികൾ, പാകിസ്ഥാൻ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾ മതം നോക്കി ഇന്ത്യക്കാരായ വിനോദസഞ്ചാരികളെ കൊന്നപ്പോൾ സന്ദീപ് വാര്യറിന്റെ ഫേസ്ബുക്ക് പേജിൽ പോലും ഒറ്റ രീതിയിൽ ഒരു വാക്ക് പോലും എഴുതിയിട്ടില്ല. ഇസ്ലാമിസ്റ്റുകൾ മതം നോക്കിയാണ്, ഹിന്ദു ആണോ എന്ന് ചോദിച്ചതിന് ശേഷമാണ് വെടിവെച്ച് കൊന്നത്, അല്ലെങ്കിൽ കലിമ ചൊല്ലാൻ പറഞ്ഞതിന് ശേഷമാണ് വെടിവെച്ച് കൊന്നത് എന്ന് പറഞ്ഞിട്ടില്ല. അതിന്റെ അർത്ഥം അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ വരുന്ന തെരഞ്ഞെടുപ്പുകളൊന്നും തന്നെ സന്ദീപ് വാര്യറിന് ഒരു വോട്ട് പോലും കിട്ടില്ല. അതായത് കോൺഗ്രസുമായിട്ട് ഇടയും, ഏറ്റവും കൂടുതൽ മുസ്ലിം ലീഗുമായിട്ടും SDPI നേതാക്കളുമായിട്ടും ഇടയും. കാരണം കോൺഗ്രസിന്റെ ഒരു 3/4 വോട്ടുകളും കിട്ടുന്നത് SDPI പ്രവർത്തകര് കയ്യിൽ നിന്നാണ്. കാരണം അവരെ പണക്കി കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ് രാജ്യത്ത് തന്നെ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയും സിദ്ധാരാമയ്യയും PD സതീശനും മല്ലികാർജ്ജുന ഖാർഗെയും അടക്കമുള്ളവർ, കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ ഒരു ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളല്ല, ഇവർ അങ്ങനെ മതം നോക്കിയല്ല കൊന്നത്, കലിമയൊന്നും ചൊല്ലാനും പറഞ്ഞിട്ടില്ല എന്ന് ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളെ വെള്ളപൂശുന്നത്. നമുക്കറിയാം, പാകിസ്ഥാനിൽ നിന്നൊക്കെ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് ഒരു പെട്ടി നിറയെ ലഡു പാകിസ്ഥാനിൽ നിന്നും രാഹുലിനും കിട്ടുന്നു. പിന്നെ ആശംസ അറിയിച്ചുകൊണ്ട് പാകിസ്ഥാനിലെ മന്ത്രി തന്നെ ട്വീറ്റ് ചെയ്യുന്നു. നടക്കം രാഹുൽ ഗാന്ധിക്കൊക്കെ കിട്ടി.